ഏത് കാര്യത്തിനേ രമ്യ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പേ ജയൻ ചേട്ടനുണ്ടായില്ലേ? അത് മുൻപോട്ട് ജയൻ ചേട്ടൻ കീപ്പ് ചെയ്തു പോയാ ജയൻ ചേട്ടനും പ്രിയ ചേച്ചിക്കും ജയൻ ചേട്ടന്റെ മകൾക്കും എല്ലാവർക്കും സന്തോഷമായി ആർഭാടത്തോടു കൂടി തന്നെ ജീവിക്കാം. ഭാവി എന്നടാ മോശം പിടിക്കാനായിട്ട് ദിവ്യേ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് ഇതിനൊക്കെ? എല്ലാവരുടെയും മുന്നിൽ വെച്ച ആള് മാറി എനിക്ക് നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. ആ രാജു പറയുന്നത് കേട്ട് നീ വീണ്ടും എന്റെ ജീവിതം തുലയ്ക്കാനായിട്ട് കേറി വന്നല്ലോടി. എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? ഡീ, ഞാൻ നിന്നോടാ സംസാരിക്കുന്നത്. എനിക്ക് ദീപക് സാറിനോട് ഒന്നും സംസാരിക്കാനില്ല. ദീപക് സാറ് എന്നെ സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് വർമ്മ സാറിന്റെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദീപക് സാർ പറയണമായിരുന്നു. ദീപക് സാർ അപ്പൊ നിശബ്ദനായി നിന്നിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ ഒറ്റയ്ക്കായപ്പോ വെറുതെ എന്റെ മെക്കിട്ട് കയറരുത്. എന്താടി ഭീഷണിയാണോ? ദീപക് സാറിനെ ഭീഷണിപ്പെടുത്താൻ ഞാൻ ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് എന്റെ ജീവിതം നോക്കണം, എന്റെ കുഞ്ഞിന്റെ ജീവിതം നോക്കണം. അതിന് നീ എന്റെ ജീവിതം ബലിയാടാക്കൂ? ദീപക് സാർ ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്ത ആളായി പോവരുത്. ഈ കുഞ്ഞെങ്ങനെയാ ഉണ്ടായെന്ന് ദീപക് സാറിനും അറിയാം, എനിക്കും അറിയാം. എനിക്കൊന്നും വേണ്ട. ദീപക് സാറിന്റെ ഭാര്യസ്ഥാനം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. സ്വത്തുക്കളോ പണമോ ആഭരണങ്ങളോ ഒന്നും കൊതിച്ചിട്ടില്ല. ദീപക് സാറിന്റെ ഭാര്യയാവാനും കൊതിച്ചിട്ടില്ല. എന്റെ വയറ്റിലുണ്ടായി ഈ ഭൂമിയിൽ പിറന്ന കുഞ്ഞിന് കിട്ടേണ്ട നീതി കിട്ടണം. അതിനു വേണ്ടിയാ ഞാൻ രാജുവേട്ടൻ പറഞ്ഞിട്ട് ഇവിടെ വന്നത്. അറിയാം, എല്ലാം അവന്റെ ബുദ്ധിയാണെന്ന് എനിക്കറിയാം. നിങ്ങളെ ഒന്നിനെയും ഞാൻ വെറുതെ വിടത്തില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നെ പെടുത്തി. പക്ഷേ എനിക്കൊരു അവസരം ഉണ്ടാവും. അന്ന് നിന്നെയും നിന്റെ കുഞ്ഞിനെയും ആ രാജുവിനെയും അവന്റെ പുറകെ നടക്കുന്ന ഹൃദയം കിട്ടും. എല്ലാവർക്കുള്ള പണി ഈ ദീപക് തരും. ദീപക് സാറിന് നാണാവുന്നില്ലേ? എന്റെ ജീവിതം നശിപ്പിച്ചു, പിന്നെ അതുപോലെ ഒത്തിരി പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചെന്നും പറയുന്നു. പിന്നെ എന്തിനാ ഇപ്പോഴും ഋതിക മാഡത്തിന്റെ പിന്നാലെ ദീപക് സാർ നടക്കുന്നേ? എടീ, നീ എന്നെ കൂടുതൽ ഉണ്ടാക്കാൻ വരല്ലേ? എനിക്കറിയാം എന്താ വേണ്ടെന്ന്. നിന്റെ ഉദ്ദേശം നടന്നല്ലോ, നിനക്കിപ്പോ സമാധാനമായല്ലോ. നീ നിന്റെ കുഞ്ഞുമായിട്ട് കുറച്ചു നാൾ ഇവിടെ നിൽക്ക്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞാൻ ചെയ്തോളാം. ഇനി എന്റെ നേരെ എങ്ങാനും വട്ടം നിൽക്കാൻ വന്നാ നിനക്കെന്നെ അറിയാലോ. ഇത് എനിക്കുണ്ടായ കുഞ്ഞാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്നെ എന്റെ കുഞ്ഞിനെ ദീപക് സാർ ഒരു ചുക്കും ചെയ്യില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഉത്തരവാദി ദീപക് സാർ ആയിരിക്കുമെന്ന് രാജുവേട്ടൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ കൊടുത്ത കേസൊക്കെ ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. മതിയടി, നിന്റെ ഭീഷണിപ്പെടുത്തലൊക്കെ മതി. നീ ആസ്വദിക്കടി. നിന്റെ മകനുമായിട്ട് നീ വീട്ടിൽ നിന്ന് സൂയിക്ക. ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. എടി, അവന്റെ കരച്ചിൽ നിർത്തും. ഇതിന്റെ കരച്ചിൽ കേൾക്കുമ്പോഴേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. കരച്ചിൽ നിർത്ത് ദിവ്യേ. അതൊരു കൊച്ചു കുഞ്ഞല്ലേ, അതിന് കരയാനല്ലേ അറിയൂ. അതിനുള്ള അവകാശം പോലെ വീട്ടിലില്ലേ? അവകാശം? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇതിനൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ. മോശം. മോനെ കരയില്ലേടാ? ശബ്ദിക്കരുത് നീ. എവിടെയോ കിടന്ന വേലക്കാരിക്ക് വയറ്റിലുണ്ടാക്കിയിട്ട് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്
തല കുനിച്ച് നിന്നിട്ട് കാര്യമില്ല. എടാ എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്ക്. എല്ലാത്തിനും കാരണം ആ രാജു ഋതികയാണ് അമ്മേ. അവര് നമുക്കിട്ട് വെച്ച പണിയാ. എല്ലാം നിനക്ക് അറിയാലോ. എടാ എല്ലാം അറിയാവുന്ന നീ തന്നെ നിന്നെ കൺട്രോൾ ചെയ്യണമായിരുന്നു. നിനക്ക് സ്വയമായിട്ട് നിയന്ത്രണമില്ല. നീ നിനക്ക് തോന്നുന്നത് ചെയ്. എന്നാ അതിന്റെ ഫലം അനുഭവിക്കുന്നതേ നീ മാത്രമല്ല ഞാനും കൂടിയാണെന്ന് ഓർക്കണം. അമ്മേ ക്ഷമിക്ക്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് ഊരിത്താ അമ്മേ. എനിക്ക് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ വയ്യ അമ്മേ. എനിക്കും അത് കേൾക്കുന്നത് ഇറിറ്റേഷനാ മോനെ. പക്ഷേ വേറെ വഴിയില്ല. നമുക്കിനി കുറച്ചുനാള് ആ കൊച്ചിന്റെ കരച്ചിൽ കേട്ടേ മതിയാവൂ. തീരുമാനം എടുത്തിരിക്കുന്നതേ പ്രതാപനാ. അവന്റെ തീരുമാനത്തെ മറികടക്കാൻ ഇപ്പൊ അമ്മയ്ക്ക് അവകാശമില്ല. അതുകൊണ്ട് നീയൊന്ന് ക്ഷമിക്കും. ഇല്ല അമ്മേ, ഭ്രാന്ത് കയറിയാലേ ചിലപ്പോ അവളുടെ കുഞ്ഞിനെ ഞാൻ കൊന്നുകളയും. എടാ മോനെ, നീ അവിവേകം ഒന്നും കാണിക്കരുത്. ദേ ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാ എടുത്തു ചാടരുതെന്ന്. നീ ഒന്ന് സമാധാനപ്പെട്. നീ പോയി ഗസ്റ്റ് റൂമിലോ എവിടെയാന്ന് വെച്ചാ റെസ്റ്റ് എടുക്ക. ചെല്. എടാ നമുക്ക് സമയം എടുത്ത് വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യാം. ശരി അമ്മേ. അമ്മേ സോറി, ഞാൻ ചെയ്ത തെറ്റ് കാരണം ഋതിക എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. നമ്മുടെ പ്ലാൻ എല്ലാം നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ കുത്തി ഒഴുകിപ്പോയി. ഇനി എനിക്ക് അവസരം ഉണ്ടാവും. അവളെ എനിക്ക് വേണം അമ്മേ. ഋതിക എനിക്ക് വേണം. സ്വത്തിന് വേണ്ടി മാത്രമല്ല, അതിപ്പോ എന്റെ വാശിയും കൂടിയാ. ശരി മോനെ, നമുക്കെല്ലാത്തിനും വഴിയുണ്ടാക്കാം. നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്. ഇല്ലമ്മേ, എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എന്റെ സമാധാനം എല്ലാം പോയി. ഞാൻ ഗസ്റ്റ് റൂമിലുണ്ടാവും. മാഡത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കും. അത് മുടങ്ങുന്നായിപ്പോ വേറെ എവിടെ നിന്നോ വന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സാർ സമ്മതിച്ചിരിക്കുന്നു. എന്തിനാടാ ആ പാവം പെൺകുട്ടിയെ എല്ലാവരും കൂടി ദ്രോഹിക്കുന്നത്? ഒരുമിച്ച് ഒരു കൂരയുടെ കീഴിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരാ അളിയനും മാടോ. അളിയൻ എത്രയൊക്കെ മസിൽ പിടിച്ചാലും എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ശരി, അളിയന്റെ ഉള്ളിന്റെ ഉള്ളിൽ മാഡത്തോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടാവുമെന്ന് എനിക്കെന്നല്ല, അളിയനെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. അളിയൻ പറഞ്ഞതുപോലെ റോഹന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടി വരുമോ? കാഴ്ചയിലും സംസാരത്തിലും റോഹൻ വളരെ നല്ലവനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അതിന് വിപരീതമായിട്ടായിരിക്കോ റോഹന്റെ സ്വഭാവം? ദീപക്കിൽ നിന്നും ഋതിക മാഡം തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ റോഹൻ രാജു
ഒരുപാട് മിസ് ചെയ്യും രാജു, ഒരുപാട്. ഉറങ്ങുവാണല്ലേ? എല്ലാം ഒപ്പിച്ച് വച്ചിട്ട് അവള് കിടന്ന് ഉറങ്ങുന്നു. എണീക്കടി, എണീക്കാൻ, എണീക്കാൻ. നീ എന്താ ഇവിടെ? ഓ, നമ്മുടെ വിവാഹം മുടങ്ങിയല്ലോ. ഞാനിനി നിന്റെ മുറിയിലേക്ക് കയറി വരാനും പാടില്ല. ഞാനെന്തെങ്കിലും മറന്നു? പക്ഷേ ഞാൻ മനഃപൂർവ്വം മറന്നതാ കേട്ടോ. നീ മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, എന്റെ വയറ് നിറച്ചും കള്ളാടി. ഫുൾ ഫിറ്റാ ഞാൻ. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദീപക്കെ, മര്യാദക്ക് എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ അച്ഛനെ വിളിക്കും. പിന്നെ നിന്റെ അച്ഛനെന്നെ അങ്ങ് മൂക്കി കളിച്ച് കയറ്റും. വാടി. നീ കുറെ നാളായല്ലോ നിന്റെ അച്ഛന്റെ പേരും പറഞ്ഞ് എന്നെ വിരട്ടുന്നു. ആ വിരട്ടിനി നടക്കില്ല മോടെ. നിന്റെ അച്ഛൻ വെറും ഓലപ്പാമ്പ. ആ ഓലപ്പാമ്പിന്റെ പേര് പറഞ്ഞാലേ ദീപക്ക് ഇനി പേടിക്കില്ല. മര്യാദക്ക് സംസാരിക്കണം ദീപക്കെ, അല്ലെങ്കിൽ നീ വിവരം അറിയും കേട്ടോ. ആണുങ്ങളോട് കൈ ചൂണ്ടി സംസാരിക്കുന്നു. ഇല്ല മോളെ, നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീയോ അവനും കൂടി ചേർന്ന് എല്ലാരെയും മുന്നിൽ വെച്ച് എന്നെ കൊണ്ട വേലക്കാരുടെ കഴുത്തിൽ താലി കെട്ടിച്ചില്ലടി. അതെ, അത് ഞങ്ങൾ ഇത്തിരി നേരത്തെ ചെയ്യിക്കേണ്ടതായിരുന്നു. അവളുടെ മുഖം മറച്ചല്ല, നാലാളുടെ മുന്നിൽ വെച്ച് നിന്നെ പിടിച്ചു നിർത്തി അവളുടെ മുഖം കാണിച്ച് നിന്നെ കൊണ്ട് താലി കെട്ടിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് നടക്കാത്തതിന് എനിക്ക് വിഷമമുണ്ട്. നിന്നെ കൊണ്ട് അവളെ താലി കെട്ടിച്ചത് നീ അവളോട് ചെയ്തതിന്റെ ബാക്കി തന്നെയാണ്. അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ നീ ആണെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ആ കുഞ്ഞിനെയും അവളെ സംരക്ഷിക്കേണ്ടതിന്റെ ചുമതല നിനക്ക് തന്നെയാ. അറിയാം, ഈ ഡയലോഗ് നീയും അവനും കൂടെ കുറെ തവണ പറഞ്ഞാണല്ലോ. അല്ലെങ്കിലും ഒരു പെണ്ണിനൊരു കുഞ്ഞിനെ നൽകിയ കുഞ്ഞിനെ നോക്കേണ്ടത് കുഞ്ഞിനെ ജനിപ്പിച്ചവന്റെ കടമ തന്നെയാ. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു കുഞ്ഞു കൂടി വേണം. ദിവ്യയുടെ വയറ്റിലല്ല, നിന്റെ വയറ്റില് വേണം എന്റെ ആ കുഞ്ഞ് വളരാൻ. അങ്ങനെ നിന്റെ വയറ്റിൽ ആ കുഞ്ഞ് വളർന്ന ദിവ്യയെ കെട്ടിയതുപോലെ എനിക്ക് നിന്നെയും കെട്ടാലോ. കുഞ്ഞിനെ ഉണ്ടാക്കിയ പെണ്ണിനെ കെട്ടിക്കുമെന്നാണല്ലോ നിങ്ങളുടെ നിയമം. അങ്ങനെ ആവട്ടെ. നീ എന്താടാ പറഞ്ഞേ? കുടിച്ച് ബോധമില്ലാതെ വന്ന് തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചു നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. എന്താ നീ എന്നെ കുറിച്ച് കരുതിയേ? നീ പറഞ്ഞതൊക്കെ എന്റെ അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ, അച്ഛൻ നിന്നെ കൊല്ലും. അറിയാമോ നിനക്ക്? ഇങ്ങോട്ട് ഓടി. കുറച്ച് നേരാലോടി തുടങ്ങിയിട്ട്. കിടന്ന് കിടക്കാതെടി പെണ്ണെ, ഒട്ടങ്ങി നിക്ക. കുറച്ച് വേദനയൊക്കെ എടുക്കും. ഈ ബലം പിടിക്കാതെ മോളെ. നീ എന്റെ ദേഹത്ത് കൈവയ്ക്കോ അല്ലേ നായേ? എന്താടി നീ എന്നെ വിളിച്ചത്? നായെന്നോ? എടി, നായ ഞാനല്ലടി, അവനാ. നിന്റെ മറ്റവനാ രാജു. നിന്നെ സ്വന്തമാക്കണമെന്ന് ഓർത്താ ഞാൻ ഇവിടേക്ക് വന്നേ. പക്ഷെ വേണ്ട, നീ ചാവടി. ചാകടി നീ. മേഡം, ദീപക്, നാളത്തെ എന്തെങ്കിലും
അവൻ ഋതികാമ്മടുത്ത് ഉപദ്രവിക്കോ? ഉപദ്രവിക്കും. റോഹനെ ഋതികാമ്മയുടെ വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന ദേഷ്യത്തില് വെറി കൊണ്ട് അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. എനിക്ക് ഋതികാമ്മടുത്ത് ഇപ്പൊ തന്നെ കാണണം. സമാധാനായി. മാഡത്തിന് കുഴപ്പമൊന്നുമില്ല. പാവം ഉറങ്ങാണെന്ന് തോന്നുന്നു. രാജെന്താ ഈ രാത്രിയിൽ ഇവിടെ? ഞാൻ മാഡത്തിനൊന്ന് കാണാൻ. എന്നെ കാണാനോ? അങ്ങനെയല്ല, ഞാനൊരു ദുസ്വപ്നം കണ്ടു. മാഡത്തിന് കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്താനാ ഞാൻ വന്ന. ഓ, അപ്പൊ രാജുവിന് എന്റെ കാര്യത്തില് ഇത്രയും ഉത്തരവാദിത്വം ഉണ്ടല്ലേ? അങ്ങനെയല്ല, ഞാൻ തീരെ കാണാൻ പാടില്ലാത്തൊരു സ്വപ്ന കണ്ടത്. എന്ത് സ്വപ്ന രാജു കണ്ടേ? ദീപക് മാഡത്തിനെ ഉപദ്രവിക്കുന്നതായിട്ടാ ഞാൻ സ്വപ്നം കണ്ട. അല്ല, ദീപക് എന്നെ ഉപദ്രവിച്ച രാജുനെന്താ? ദീപകിന്റെ കാര്യത്തില് രാജുവിന് അത്രയും പേടിയുണ്ടെങ്കിൽ ദീപക്കുള്ള ഈ വീട്ടില് എന്നെ നിർത്തുന്നത് ശരിയാണോ? എന്നെ ഇവിടെ നിന്ന് രാജുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോ. പിന്നെ രാജുവിന് ഇങ്ങനെ പേടിച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അതെങ്ങനെയാ മാഡം? എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ലാത്ത ആള് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നോർത്ത് ഓടി ഇങ്ങോട്ട് വരാനും പാടില്ല. സോറി മാഡം. രാജു, എന്താ മാഡം? എന്താ മാഡം ഇങ്ങനെ നോക്കുന്ന? ഞാൻ രാജുവിന്റെ കണ്ണുകളില് ഇപ്പൊ എന്നോട് എന്താ തോന്നുന്നതെന്ന് നോക്കായിരുന്നു. എന്റെ കണ്ണിലോ? എന്റെ കണ്ണിൽ എന്താ ഉള്ളത്? ആ കണ്ണില് എന്താ ഉള്ളതെന്നാ ഞാൻ നോക്കിയത്. ഒരു സ്വപ്നം കണ്ടിട്ട് ഒരാൾക്ക് വേണ്ടി മറ്റൊരാളിങ്ങനെ ഓടിപ്പടഞ്ഞ് വരണമെങ്കിൽ അപ്പോ അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിട്ടല്ലേ? മനസ്സിനുള്ളിലുള്ളത് എന്താണെന്ന് കണ്ണി നോക്കി അറിയാവുന്ന ഞാൻ കേട്ടിട്ടുള്ളത്. എന്താ രാജു എന്റെ കണ്ണിലേക്ക് നോക്കാത്തത്? മനസ്സിൽ എന്താ ഉള്ളതെന്ന് ഞാൻ കണ്ണിലൂടെ മനസ്സിലാക്കുമെന്ന പേടി കൊണ്ടാണോ? ഏയ്, അതുകൊണ്ടൊന്നും അല്ല മാഡം. എനിക്ക് പോണം. അങ്ങനൊന്നും പോവാൻ പറ്റില്ല. ഏതായാലും എനിക്ക് വേണ്ടി ഇവിടെ വരെ വന്നതല്ലേ. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ രാജു കേട്ടിട്ട് പോയാ മതി. മാഡം, മാഡം, എന്തിനാ മാഡം ഡോർ അടച്ച്?
ഞാൻ പറഞ്ഞില്ലേ രാജു, എനിക്ക് രാജുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിന് രാജു എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഏയ് എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് ധൈര്യമായിട്ട് നിക്ക്. എനിക്ക് സംസാരിക്കാനുള്ളത് കേക്ക്. മാഡം എന്താന്ന് വെച്ചാ പറയൂ. രാജു, എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. എനിക്ക് സംസാരിക്കാനുള്ളത് രാജുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി വേണം പറയാൻ. അതൊന്നും പറ്റില്ല. മാഡം പറഞ്ഞോ, ഞാൻ കേട്ടോളാം. ഇല്ല രാജു, എനിക്ക് പറയാനുള്ളത് എനിക്ക് രാജുവിന്റെ കണ്ണിൽ നോക്കി തന്നെ പറയണം. എങ്കിലേ എനിക്ക് സംസാരിക്കാനുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും.